ആദ്യം തന്നെ ദളപതി ഫാൻസ് ലൈക്ക് പോടുങ്ക. എന്തായാലും ഒരു സന്തോഷ വാർത്ത ഒപ്പം ഒരു ദുഃഖ വാർത്തയും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. സന്തോഷ വാർത്ത എന്താണെന്ന് തന്നെ ആദ്യം പറയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ദളപതിയുടെ ജനനായകന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പരം ആഘോഷം ഞാൻ കണ്ടെടുത്തോളം എല്ലാ വർഷവും നമുക്കൊരു ക്രിസ്മസും ഓണം സെലിബ്രേഷൻ പോലെ തന്നെയാണ് ദളപതിയുടെ പടം ഇറങ്ങുന്നത്. അമ്മാതിരി സെലിബ്രേഷനാണ് ദളപതിയുടെ ഓരോ പടം ഇറങ്ങുന്ന സമയത്തും. എന്നാൽ ദുഃഖവാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ദളപതിയുടെ ലാസ്റ്റ് മൂവി. അതിൽ പരം ദുഃഖവാർത്ത വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും സിനിമ ഇറങ്ങുന്ന സന്തോഷത്തിൽ തന്നെയാണ്. അതോടൊപ്പം ഇതാണ് ലാസ്റ്റ് സിനിമ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ദുഃഖമുണ്ട്. നമ്മളെയൊക്കെ കുട്ടിക്കാലം കളർഫുൾ ആക്കിയതും അതുപോലെ ആ കുട്ടിക്കാലത്തിൽ നിന്ന് ഇന്ന് ഈ ഒരു കാലഘട്ടവും കളർഫുൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് പെട്ടെന്ന് സിനിമയിൽ നിന്നും വിടവാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പൊളിറ്റിക്സിലേക്ക് പോകുന്നു, ഒരു നാടിന്റെ രക്ഷകനായിട്ട് മാറുന്നു. സിനിമയിൽ രക്ഷകനാണ്, എല്ലാ സിനിമയിലും രക്ഷകനാണെന്ന് ആക്ഷേപവും പരിഹാസമൊക്കെ കേട്ട് ആണ് ദളപതി വേറെ ലെവലിലോട്ട് പോയത്. അത് ഈ ഹേറ്റേഴ്സ് ആയിട്ടുള്ള നാറുകൾ വന്നിട്ട് കളിയാക്കലും പുച്ഛിക്കലും പരിഹാസങ്ങളും ഒക്കെ ആയിട്ട് പറയാറുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ ജനനായകനാകാൻ പോകുന്നു, സന്തോഷം. പക്ഷെ സിനിമയിൽ നിന്നും വിട വാങ്ങുന്നതിന്റെ ദുഃഖം ഏറെയാണെന്ന് തന്നെ സൂചിപ്പിക്കേണ്ടി വരും. സമയം കളയുന്നില്ല, ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നലെ മൂലം കട്ട വെയിറ്റിംഗ് ആണ്, എപ്പോൾ വരും എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ പുറത്തിരുന്ന സമയത്താണ് ഈ ട്രെയിലർ ഇറങ്ങിയത്. ഉടനെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ഞാൻ ഓടി വീടെത്തി വന്ന് നേരെ സംഭവം ഫസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വെച്ച് കണ്ടുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ ഈ റീല് കണ്ടിട്ട് വിജയുടെ പ്രൊഫൈലിൽ തന്നെ ട്രെയിലർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ ട്രെയിലർ കാണാണ്ട് കയറി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ ദളപതി ഇതാ ബ്രാൻഡ് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് നേരെ ഓടി വീട്ടിൽ വന്ന് ട്രെയിലർ റിയാക്ഷൻ ആണ് എടുക്കുന്നത്. ഇനിയാണ് നിങ്ങളോടൊപ്പം ഞാനും ഈ ട്രെയിലർ കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ കണ്ടു നോക്കാം. ദളപതി വെട്രിക്കോരൻ once more back കണ്ണ പാത്ത് പെരുസ തളപതി വെട്രിക്കൊണ്ടൻ. ഓ തീ വാട്സപ്പ് മെസ്സേജിലാണ് വന്നിട്ടുള്ളത്. ബാക്കിയാണോ നോക്കട്ടെ. ഓ സീൻ മോനെ സീൻ. ഹോപ്പ് യു ഡിഡ്ന്റ് ട്രൈ യുവർ ട്രിക്സ്. സീൻ മോനെ സീൻ. ഇത് പൊളിക്കും. ഇത് ഫൈനലായാലും ഉത്സവം തന്നെയാണ്, ആറാടുകയാണ്. അതിന് അപ്പുറം എനിക്കൊന്നും പറയാനില്ല. സീൻ മോനെ. കെവിൻ പ്രൊഡക്ഷൻ. ഓ സീൻ அந்த கைய பார்த்தாலே தெரியுது நம்ம தளபதி தாண்டா அது. ഓ സീൻ ജയിലിൽ എന്തോ സീനുണ്ട് കേട്ടോ. ജയിലിൽ എന്തോ പെട്ടിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഇതില് എല്ലാം കൂടിയൊക്കെ ഉണ്ട്. മറ്റേ പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, കാക്കി. ഓ സീൻ എന്റെ മോനെ സീന്. ദിസ് ഈസ് ദളപതി ഫോർ യു. ഫൈനൽ മൂവി എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. സത്യം ഉള്ള കാര്യം പറയാം, ഭയങ്കര സങ്കടമുണ്ട്. ഉള്ളിലും ഇപ്പോഴാ സങ്കടമുണ്ട്. ഓ ദാറ്റ്സ് ദളപതി. എന്റെ മോനെ ദളപതി വിജയ്. ഓ സീൻ എന്റെ മോനെ. മമിത വായിച്ചാണ് കേട്ടാ. ഓക്കെ, മമിത വിജു മിക്കവാറും ഇതിൽ വിജയുടെ പെങ്ങളായിട്ടായിരിക്കും. അത് വേറെ വരാനും ചാൻസ് ഇല്ല, പെങ്ങളായിട്ട് തന്നെയാണ്. ഓ മമിത ബൈജു സീനാണല്ലോ. ഇതെന്തു പറ്റി? ഓ ദളപതി എന്റെ പൊന്നളിയന്മാരെ, ഞാനൊരു കാര്യം പറയാം. ഇങ്ങനൊരു പടം നിർത്തി പോണേനേക്കാളും സങ്കടം വേറെ ഒന്നുമില്ല. 2026 ഒരു ബ്ലാസ്റ്റോടെ തന്നെയാണ് ന്യൂ ഇയർ കയറി വന്നിട്ടുള്ളത് ട്രെയിലറോടെ. പക്ഷേ ലാസ്റ്റ് പടം എന്ന് ആലോചിക്കുമ്പോൾ വേറെ ലെവൽ വിഷമം തന്നെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാധനം തന്നെ കേട്ടോ. ഓ ഫുൾ ബ്ലാസ്റ്റ്. ഓ നരേനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാര്? ഇത് പ്രിയാമണി. ഓക്കെ, പ്രിയാമണി ഉണ്ട്. പിന്നെ മറ്റവനും ഉണ്ട് കേട്ടോ, മറ്റേ തെലുങ്കിലൊക്കെ ഉള്ളവരുത്തെ. ഓ പൂജ ഹെഡ്ജ്, മമിത.
புதுசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்கள் பண்ற நீதிக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. Feel. Oh, scene. Kakida. உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்ல. I am waiting. Coming. Oh, coming. Waiting അല്ല coming. യാ മോനെ, ഞാൻ അതാണ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ട്രെയിലർ കാണുന്നത്. ഫസ്റ്റ് റിയാക്ഷൻ ആണ് ഐ ആം വെയിറ്റിംഗ് അല്ല കമ്മിങ് ആയിരുന്നു. മാറ്റി പിടിച്ചാണ്. ജനനായകൻ ലൈറ്റ്സ് റൈസ് ടുഗദർ. ഓ, ജനുവരി 9. ജനുവരി 9 തിയേറ്ററിൽ എത്തുന്നു മക്കളെ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. തീപ്പൊരി ഐറ്റം തന്നെയാണ് അത്. സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ ഉള്ളിൽ നിന്ന് പറയുകയാണെങ്കിൽ സങ്കടം ഉണ്ട് കേട്ടോ. സീരിയസിൽ പറയാം. ലാസ്റ്റ് പടം എന്ന് പറയുമ്പോൾ ഒരു സങ്കടം. ഇനി ദളപതിയുടെ ആ ഒരു സൈഡിൽ നിന്നും വർഷാവർഷം ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കടം. എല്ലാ പടവും സത്യം പറഞ്ഞാൽ നമുക്കൊരു കൊണ്ടാട്ടം തന്നെയാണ്. ഫെസ്റ്റിവൽ, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫെസ്റ്റിവൽ വിൽ ബി സൂൺ. ജനുവരി 9 ഇതോടെ തീരെയാണ്. ഇനി പടമില്ലെന്ന് പറയുന്നു. എൻ്റെ പൊന്നളിയന്മാരെ, ദളപതിക്ക് മനസ്സ് മാറട്ടെ. വർഷത്തിലൊരു പടം പോട്ട് 2 വർഷത്തിലെങ്കിലും ഒരു പടം തന്ന വളരെയധികം സന്തോഷമായിരിക്കും. ഈ പൊളിറ്റിക്സിൽ ഇറങ്ങിയെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടി 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു പടമെങ്കിലും തന്ന അത്രയും സന്തോഷമായിരിക്കും. വർഷാവർഷം ഒരു പടം വേണ്ട, പോട്ട് 2 വർഷത്തിലെങ്കിലും ഒരു പടം തന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമായിരിക്കും. ഞാനൊരു കാര്യം സീരിയസിൽ പറയാം. 5ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് ദളപതി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു ആരാധന. ഞാനൊരു ഒറ്റ വ്യക്തിയിൽ മാത്രമേ ഫാൻ എന്ന് പറഞ്ഞായിട്ടുള്ളൂ. അത് വിജയ് ഫാനാണ്. വേറെ ആൾക്കാരിൽ ഫാൻ ബേസ് അല്ലെങ്കിൽ ഫാൻ ഫൈറ്റ് അങ്ങനെ ഞാൻ ഇന്നേ സംസാരിച്ചിട്ടില്ല. പക്ഷെ വിജയ് അവനെങ്കിലും പറഞ്ഞാൽ അവൻ്റെ അണ്ണാക്കിൽ ഞാൻ കൊടുക്കും. ആ രീതിയിൽ മറുപടി കൊടുക്കും. അത് കുട്ടിക്കാലം മുതലേ തുടങ്ങിയൊരു ഇഷ്ടമാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ബുക്ക് കളക്ഷൻ, ഫോട്ടോയൊക്കെ ഒട്ടിക്കുന്ന ആ പരിപാടി എല്ലാം ഉണ്ടായിരുന്നു. അന്നേ ഈ ബുക്ക് കളക്ഷൻ അങ്ങനത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് ഈ ഒരു ഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം. അന്ന് മുതലേ ഏവൻ വിജയ് പറഞ്ഞാലും അവനെതിരെ ഞാൻ പച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. സ്കൂളിലും അതുപോലെ തന്നെയായിരുന്നു. 5ാം ക്ലാസ്സിൽ തുടങ്ങിയ ഒരു ഫാനാണ് ഇന്നും നിലനിന്ന് പോകുന്നത്. വേറെ ഒരു വ്യക്തിയിൽ എനിക്ക് ഫാനായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും കുറച്ച് കമൻസ് ഒന്ന് നോക്കാം കേട്ടോ. ഐ ആം വെയിറ്റിംഗ് മാറി, ഐ ആം കമ്മിങ്, യെസ് ലാസ്റ്റ് ഡാൻസ്, ലെറ്റ് സിംഗ് എ കുട്ടി സ്റ്റോറി, പ്ലേ അറ്റൻഷൻ, ലിസൺ ടു മീ, if you want take it or span attention, leave it baby. JD spotted 2:40 പേഴ്സണൽ ഡയലോഗ്. അതായത് ഈ ഒരു ഇതില് മറ്റേ ഇപ്പൊ ലാസ്റ്റ് ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ ദളപതിയെ കുടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ചമച്ചു കൂട്ടിയ നാടകം, മറ്റേ എതിർ ടീമിലുള്ളവന്മാർ കളിച്ച ഒരു വൃത്തികെട്ട പരിപാടി. ആ പരിപാടിക്കിട്ടുള്ള ഒരു അണ്ണാക്കി കൊടുക്കുന്ന ഡയലോഗൊക്കെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കട്ട വെയിറ്റിംഗ് മോനെ. ഞാൻ ഉള്ള കാര്യം പറയാം, ഞാൻ ഇങ്ങേരുടെ പടത്തിന് വെയിറ്റ് ചെയ്യണ പോലെ ഒറ്റ മനുഷ്യന്റെ പടത്തിനെ വെയിറ്റ് ചെയ്തില്ല. സീരിയസിൽ ഈ ഒരു പടം അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ബ്രാൻഡ് ദളപതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ പടത്തിന് വെയിറ്റ് ചെയ്യുന്ന പോലെ ഒറ്റ മനുഷ്യന്റെ പടം ഞാൻ വെയിറ്റ് ചെയ്യില്ല. ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി കാണും. മീൻസ് എൻ്റെ കൂട്ടുകാരന്മാരാണ്, കുറെ നാരകളുണ്ട്, അമ്മമാരെ ചേർത്താണ് ഞാൻ പറയുന്നത്. ഓൺ ലാസ്റ്റ് ടൈം ദളപതി രസികൻ ഉയർ പോണാലും ദളപതി രസികർ ഫോർ എവർ 2026 വെട്രി നമ്പാതെ തലൈവ സ്റ്റാർ കേസരി ബാഡ് ഫിനിഷിങ്. എല്ലാവരും നല്ല അടിപൊളി കമൻ്റൊക്കെ ഇടുന്നുണ്ട്. സത്യം പറയാമല്ലോ വളരെയധികം സന്തോഷമുണ്ട്. ജനുവരി 9 റിലീസാണ്. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു വിഷമമുണ്ട് ഉള്ളിൽ. അത് വേറൊന്നുമല്ല, ലാസ്റ്റ് പടം ആയതുകൊണ്ടുള്ളൊരു വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും. അത്യാവശ്യം ഒരു നല്ലൊരു ദളപതി ഫാനിന് ഉണ്ടാകുന്ന ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ദളപതി ഫാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതലായിട്ടൊന്നും പറയാനില്ല, വിഷമം കൊണ്ടാണ് ഈ ഒരു സംസാരം പോകുന്നത്. പ്രത്യേകിച്ച് കുറേ നാറുകൾ പണ്ട് മുതലേ ഇങ്ങനെ കളിയാക്കും, നിറത്തിന്റെ പേരിലും നീ ലുക്കില്ലല്ലോടാ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അതിനെല്ലാം ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ കയറി വന്ന് എൻ്റെ മോനെ ഒരു വരവ്. ഇന്ന് ഏത് ലെവലിൽ നിൽക്കുന്നു, തമിഴ്നാട് CM ആകെ പോറെ
ആ ലെവലിൽ അങ്ങേരെത്തി. അത് കഴിവിനപ്പുറം ജനങ്ങൾ നെഞ്ചിലേറ്റി. ഈ ജനങ്ങളുടെ ഇടയിൽ ഇടം നേടുക, അല്ലെങ്കിൽ ജനമനസ്സിൽ ഇടം നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ദളപതി സാധിച്ചെടുത്തു. ജനങ്ങൾ അത്രയ്ക്ക് നെഞ്ചിലേറ്റി. ദ ബ്രാൻഡായി മാറി. ഇനി ഒരു വിജയ് പടം റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഇനി ഒരു വിജയുടെ ട്രെയിലർ റിവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഇല്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. കാരണം ഇങ്ങനെ ലാസ്റ്റ് പടമായിട്ടെന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ പോട്ട് ഈ 2 വർഷം പറ്റിയില്ലെങ്കിൽ 3 വർഷത്തിലെങ്കിലും ഒരിക്കലും ഒരു പടമെങ്കിലും തന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. നമുക്ക് കാത്തിരിക്കാമല്ലോ ഫാൻസ് തന്നെയാണ്. ഞാൻ ഉറപ്പായിട്ട് പറയാം വിജയ് ഫാന് തന്നെയാണ്. വിജയ് ആവനെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അണ്ണാക്കി കിട്ടി ഞാനും കുത്തിക്കൊടുക്കുക. ആ രീതിയിലെ മറുപടിയും പറയും. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ഈ ട്രെയിലർ കണ്ടിട്ട് ഫുള്ള് ബ്ലാസ്റ്റാണ്, ഫുള്ള് ഇടി വേടി പോകാം, അമ്മാതിരി ഐറ്റം ചെയ്ത് പണി വെച്ചിരിക്കുക. ട്രെയിലറിനെ കുറിച്ച് പറയാനാണെങ്കിൽ 100 നാവുണ്ട്. ഓരോ പോയിന്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്ററിൻ്റെ ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്ത്, നമ്മുടെ JD ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ജയിലിലെ ആ ഒരു സീനൊക്കെ കണ്ടപ്പോൾ കാണാം, ഒന്നും പറയാനില്ല. വിഷമമുണ്ട് കേട്ടോ. വിഷമം കൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് അതൊന്നും പറയാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ ആഘോഷിച്ചു തന്നെ. പക്ഷെ വിഷമം കൊണ്ട് എനിക്ക് ഉള്ളിൽ ആ ഒരു സാധനം ഉണ്ട്. ലാസ്റ്റ് മൂവി ഇതാണല്ലോ എന്നുള്ളൊരു സാധനം ഉള്ളിൽ കിടപ്പുള്ളതുകൊണ്ടാണ് കൂടുതൽ അങ്ങോട്ട് നിങ്ങളുടെ മുൻപിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാതായി പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കാത്തിരിക്കുക. മറ്റേ വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നത് പോലെ ദളപതി ഇനിയും പടം ഇറക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. ലാസ്റ്റ് പടം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. മലേഷ്യയിൽ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് എല്ലാം നല്ലതാ. പക്ഷേ എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ. ഇങ്ങനെ എന്തിനായി പടമൊക്കെ നിർത്തിയിട്ട്? പൊളിറ്റിക്സ് വേണം. ഇനി ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് അവിടെ ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും തമിഴ്നാടിൻ്റെ കിങ് CM ആയി മാറാനൊക്കെ സാധിക്കട്ടെ. ഒരുപാട് വാഴ്ത്തുക്കൾ. അവിടുത്തെ നാട്ടിലുള്ള ജനങ്ങൾ പാവപ്പെട്ടവരുടെ ഇടയിൽ ചെന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു ജനനായകനായി വാഴ്ത്തപ്പെടട്ടെ. ഒരുപാട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു സിനിമയെങ്കിലും വല്ല ആണ്ടിലെങ്കിലും തന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായിരിക്കും. പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. ഞാൻ അവസാന ഘട്ടം വരെ എത്തിയപ്പോഴും ചിലപ്പോൾ ചുമ്മാ പറയുന്നതായിരിക്കും ലാസ്റ്റ് പടം എന്നൊക്കെ പറയാം. അവസാനം പറയില്ല അടുത്ത പടങ്ങളൊക്കെ ഇറങ്ങുമെന്ന് പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് പറഞ്ഞില്ല. പകരം ലാസ്റ്റ് പടമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു വിഷമം ഉണ്ടായി. എന്തായാലും നമ്മുടെ കുട്ടിക്കാലവും ഈ ഒരു കാലവും ഒക്കെ കളർഫുൾ ആക്കിയ ദളപതി ദ ബ്രാൻഡ്. അത് അല്ലാണ്ട് വേറെ ഒന്നും കൂടുതൽ പറയാനില്ല ദളപതിയെ പറ്റിയിട്ട്. അന്നും ഇന്നും എന്നും തലൈവാ നീങ്കത നമ്മ ഹീറോ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ലാസ്റ്റ് പടം, ലാസ്റ്റ് ട്രെയിലർ, റിയാക്ഷൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.